RRR ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി വന്നിട്ടുണ്ട്. RR എന്ന വലിയ സിനിമയെക്കുറിച്ചുള്ള അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണത്. ആ ഡോക്യുമെൻ്ററി കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട്, ടീം വർക്ക്, ക്രിയേറ്റിവിറ്റി ഇതൊക്കെ നമ്മളെ നന്നായിട്ട് ഇങ്ങനെ ഇൻസ്പയർ ചെയ്യും. ആ ഡോക്യുമെൻ്ററിയുടെ അവസാനം ആ സിനിമയിൽ അഭിനയിച്ചവരും അതിൻ്റെ ക്രൂ മെമ്പേഴ്സും ഒക്കെ എന്താണ് RR അതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. സംഗീത സംവിധായകൻ കീരവാണി പറയുന്നത് RR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റീഡു അണ്ടിൽ യു ആർ സാറ്റിസ്ഫൈഡ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ചെയ്ത ജൂനിയർ NTR പറയുന്നത് ഇങ്ങനെയാണ്: റൈസ് ഓഫ് ഇന്ത്യൻ സിനിമ. മറ്റൊരു കഥാപാത്രത്തെ ചെയ്ത രാംചരൺ പറയുന്നത് സിനിമയുടെ ലോക ഭൂപടത്തിൽ ഇന്ത്യയെ പ്രതിഷ്ഠിച്ച സിനിമയാണ് RRR. ആർട്ട് ഡയറക്ടർ സാബു സുറിൽ പറയുന്നത് RR എന്ന് പറഞ്ഞാൽ രാജമൗലി എല്ലായിടത്തും രാജമൗലി മാത്രമാണ് ഈ സിനിമയെ കാണുന്നത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഇവരിങ്ങനെ വലിയ വാഴ്ത്തുകൾ നടത്തുമ്പോൾ ഈ സിനിമയുടെ സംവിധായകൻ SS രാജമൗലി പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് വൺ മോർ സ്റ്റെപ്പ് ക്ലോസർ ടു റിയലൈസിങ് മൈ അൾട്ടിമേറ്റ് ഡ്രീം മഹാഭാരത. എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീമിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ അടുത്തു, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ ഈ സിനിമയേക്കാൾ അദ്ദേഹം വലുതാവും നമുക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റെപ്പ് കൂടെ എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീമിലേക്ക് ഞാൻ അടുത്തു, അത്രയേ ഉള്ളൂ. ഒരു എളിമയുണ്ട് അതിൻ്റെ അകത്ത്. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നു. യോഹന്നാന് കൃത്യമായ ധാരണ അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്നു. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ഏലിയല്ല, ഞാൻ പ്രവാചകനല്ല, ഞാൻ വെറും സ്വരമാണ്. എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഐ ആം എ സ്ലേവ്. കൃത്യമായൊരു അറിവാണത്. നമ്മളെക്കുറിച്ചുള്ള ശരിയായ അറിവ്, ആ അറിവാണ് യഥാർത്ഥത്തിലുള്ള വളർച്ച.